എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ബോഡിയിൽ എങ്ങും ടൈറ്റ്നെസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഫുൾ ബോഡി റിലാക്സ്ഡ് ആക്കി കീപ്പ് ചെയ്യുക. നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിനെ ഒന്ന് ഒബ്സർവേഷന് മുമ്പായിട്ടൊന്ന് ഫോക്കസ് ചെയ്തെടുക്കാം. സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോക്കസ് കിട്ടും. അല്ലാത്തവരാണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2-3 മിനിറ്റ് വർക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ശ്വാസത്തിലേക്ക് നമ്മുടെ അറ്റൻഷനെ കൊണ്ടുവരാം. ശ്വാസം കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ശ്വാസം ടച്ച് ചെയ്ത് അകത്തോട്ടും പുറത്തേക്കും പോകുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടച്ചിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. അത് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സങ്ങോട്ടൊക്കെ കുറേ ചിന്തകളിലേക്ക് പോവും. വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. അവിടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ കുറച്ചൊന്ന് ചിന്തകളൊക്കെ നോക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒബ്സർവേഷനിലേക്ക് കടക്കാം. ബോഡി കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കണം. എങ്ങും ഒരു ടൈറ്റ്നെസ് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ബ്രീത്തിനെ മാത്രം ഒബ്സർവ് ചെയ്താൽ മതി. ബ്രീത്തിനെ നമ്മളായിട്ട് ഒരു രീതിയിലും മാറ്റാനോ മറിക്കാനോ പോകണ്ട. അതെങ്ങനെ നടക്കണോ അവിടെ അറ്റൻഷൻ മാത്രം ഫോക്കസ് ചെയ്താൽ മതി.
ഇനി നമ്മുടെ മേൽചുണ്ടിന് മുകളിലുള്ള മൂക്കിന് താഴെ നമ്മുടെ മീശ വരുന്ന ഫിൽട്ടർ എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ നമ്മുടെ ശ്വാസം ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അത് അങ്ങ് വന്നു പോക്കോളെ, നമ്മളതിനെപ്പറ്റി അറിയണ്ട. നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഈ ശ്വാസത്തിൽ മാത്രമാണ് നിർത്തേണ്ടത്. പക്ഷെ അപ്പം നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാവും, നമ്മുടെ മനസ്സിനകത്തോടെ ഇങ്ങനെ ചിന്തകൾ വന്ന് മാറി മാറി പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് മൈൻഡ് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ആ ചിന്തകൾ ഇങ്ങനെ വരുന്നതും പോകുന്നതും നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തയ്ക്കുള്ളിലായിരിക്കും, ആ ചിന്തയുടെ കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ ആ സഞ്ചാരം നമ്മൾ നിർത്തുന്നു, അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റാൻഡ് ശ്വാസത്തിലാണ്. അപ്പോൾ ചിന്തകൾ ഇങ്ങനെ വരുന്നതും പോകുന്നതും നമുക്ക് അറിയാൻ പറ്റും. നമ്മളാരും നിർബന്ധിച്ചിട്ടല്ല അല്ലെങ്കിൽ വിചാരിച്ചിട്ടല്ല അത് വരുന്നത്. തന്നെത്താൻ അത് മൈൻഡിൻ്റെ ഇതിനകത്ത് പ്രോസസ്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. നമ്മൾ ചിന്തിക്കുന്നതും ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തകൾ ഇങ്ങനെ റൺ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ ബോധം, നമ്മുടെ അറ്റൻഷൻ, ഇപ്പം നമ്മുടെ ശ്രദ്ധ ചിന്തയിലാണ്, ശ്വാസത്തിലാണ്. നമ്മൾ മറ്റെന്തെങ്കിലേക്ക് മാറുമ്പോൾ, ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ചിന്തയിലേക്കോ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ ബോധവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ബോധം ആ ശ്വാസത്തിൻ്റെ സ്പർശത്തിൽ മാത്രമാണ്. പിന്നെ ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനെ പറ്റിയും കൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഈ രണ്ട് സ്ഥലത്താണ് നിങ്ങളുടെ അവയർനെസ് നിൽക്കുന്നത്. മേൽചുണ്ടിന് മുകളിലുള്ള ആ സ്ഥലത്ത് ശ്വാസം ടച്ച് ചെയ്യുന്നത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ചിന്തകൾ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസവും പതുക്കെയാവും. നമ്മൾ തുടങ്ങിയതിനേക്കാളും നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒത്തിരി സ്ലോ ആയിട്ടുണ്ട്. സ്ഥിരമായിട്ട് വിപാസന ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവരുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ടൊരു വൈബ്രേഷൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അറിയാൻ പറ്റും. അതിനാണ് ഉപകാര സമാധി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഉപകാര സമാധി കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കോളും. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ സെൻസേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ ഉപകാര സമാധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതെ തന്നെ നമ്മളിപ്പോൾ സെൻസേഷൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാൽ വെള്ളയിലേക്ക് പോകാൻ പോവാണ്. രണ്ട് കാലിൻ്റെയും വെള്ളയിലേക്ക് അങ്ങോട്ടേക്ക് അറ്റൻഷൻ മാറ്റുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ സെൻസേഷൻ്റെ ലോകത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പതുക്കെ. ഇപ്പോൾ കാൽ വെള്ളയിലേക്ക് നമ്മൾ നമ്മുടെ അറ്റൻഷനെ കൊണ്ടുപോവാണ്. അവിടെ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക. കാൽവെള്ള, കൈവെള്ള എന്ന് പറയുന്നതൊക്കെ നമ്മുടെ എക്സ്ട്രീമിറ്റീസ് ആണ്, അതായത് എൻഡുകളാണ് ശരീരത്തിൻ്റെ. അവിടെയൊക്കെ നെർവ്സിൻ്റെ എൻഡിങ് സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ കൂടുതലായിട്ടും നമുക്ക് ഫീലിങ്സ് അനുഭവപ്പെടാൻ കഴിയുന്നത്.
അപ്പം നമ്മൾ കാലിൻ്റെ വെള്ളയിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണ്. അവിടെ തണുപ്പോ ചൂടോ തരിപ്പോ എന്തെങ്കിലും ഒരൊക്കെ ഫീലിങ്സ് ഉണ്ടാവും. പെയിനോ ഇച്ചിങ്ങോ ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മളതിനെ ഒബ്സർവ് ചെയ്യുക, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അവിടെ ഏത് പോയിന്റിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഫീലിങ്സ് വരുന്നത്, എവിടെയാണ് കുറവ് വരുന്നത്, അതുപോലെ തന്നെ ആ വൈബ്രേഷൻസിൻ്റെ സ്വഭാവം എന്താണ്, അത് മാറുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടോ. കാലിൻ്റെ വെള്ളകളും കുഞ്ഞു വിരലുകളടക്കം നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുമ്പോൾ ഓരോരോ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. മനസ്സിനകത്തൂടെ വേറെ എന്തെങ്കിലും ചിന്തകളൊക്കെ വന്നാലും അതിനെ തട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് തന്നെ പോകണം, അറ്റൻഷനിലേക്ക് പോകണം. കാലിൻ്റെ നടുഭാഗം, ഉപ്പൂറ്റി, വിരലുകൾ തൊട്ട് താഴെയുള്ള ഭാഗം എല്ലാം നല്ല ക്ലിയറായിട്ട് ശ്രദ്ധിക്കുക. അവിടെയൊക്കെ ഓരോരോ രീതിയിലുള്ള വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് നമുക്കിനി അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് നമുക്ക് എല്ലാ ഫീലിങ്സും നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. നമുക്ക് കാലിൻ്റെ പത്തിയുടെ മുകൾ വശത്തേക്ക് നമുക്ക് പോവാം. കണങ്കാൽ വരെയുള്ള കാൽപ്പത്തി മുകൾ വശം ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ഇതുപോലെ തന്നെ ഓരോരോ സെൻസേഷൻസ് ബോഡിയിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മേജറായിട്ട് നോക്കുമ്പം ഈ സെൻസേഷൻസ് ഒന്നുകിൽ ചൂടായിട്ടോ തണുപ്പായിട്ടോ തരിപ്പായിട്ടോ മരവിപ്പായിട്ടോ ചൊറിച്ചിലായിട്ടോ പുകച്ചിലായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഓരോന്നിനകത്തോട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം പലതരത്തിലുള്ള വൈബ്രേഷൻസ് ആണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്കൊരു മേജർ സെൻസേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സെൻസേഷൻസിൻ്റെയും പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഒരു വൈബ്രേറ്ററി സ്വഭാവമാണ്. അതുണ്ടാകുന്നത് കോശങ്ങൾക്കുള്ളിലെ നമ്മുടെ ഉണ്ടാകുന്ന ഊർജ്ജ വ്യത്യാസത്തിനനുസരിച്ചാണ്. ആ ഊർജ്ജ വ്യത്യാസം ഉണ്ടാക്കുന്നത് നമ്മുടെ ആറ്റംസ് ആണ്. അപ്പോൾ ഓരോ കോശങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആറ്റംസ് ആണ്. അവിടം തൊട്ടാണ് നമ്മളെല്ലാത്തിൻ്റെയും ഒരു തുടക്കം നമ്മൾ കാണുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ആറ്റംസ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ശരീരം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്.
അതെല്ലാം സദാസമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ഥിരമല്ല നമ്മുടെ ശരീരം, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഈ സെൻസേഷൻസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതെന്താണെന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യണം, അത് പഠിക്കുകയും കൂടെ ചെയ്യണം. ഇപ്പം നമ്മൾ കണങ്കാൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി കണങ്കാൽ തൊട്ട് നമ്മൾ മുട്ട് വരെയുള്ള ആ ഇടയ്ക്കത്തെ പോർഷൻ നമുക്ക് നോക്കാം. ഓരോ 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ പതുക്കെ സ്കാൻ ചെയ്ത് മുകളിലേക്ക് പോവാം. ഇപ്പോൾ ഒരു 2 ഇഞ്ച് നമ്മുടെ കണങ്കാൽ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലോവർ ലെഗ് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവാണ്. അത് ചുറ്റും ശ്രദ്ധിക്കുക. സെൻസേഷൻസ് തൊലിപ്പുറത്തുള്ളത് മാത്രമല്ല, തൊലിക്ക് ഉള്ളിലുള്ളതും അകത്തുള്ള ഭാഗങ്ങളുള്ളതും കൂടെ നമ്മുടെ ശ്രദ്ധയിൽ വരണം, ഒബ്സർവേഷനിൽ വരണം. കാരണം എല്ലാ സെൻസേഷൻസും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് റിയാക്ഷൻ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് എല്ലാ സെൻസേഷൻസിനെയും നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും നോക്കിയിട്ട് ഇപ്പോൾ സെൻസേഷൻസ് അധികം കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക, അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് നോക്കുക, അപ്പോഴത്തേക്ക് അവിടെ ഒന്ന് ഫോക്കസ് ശരിയാകുമ്പോൾ ചിലപ്പോൾ കിട്ടും. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ സാരമില്ല, നമ്മൾ ഫോക്കസ് പിന്നെയും കൂടി വരുന്ന സമയത്ത് നമുക്കതൊക്കെ കിട്ടിക്കോളും. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട, അടുത്ത സ്ഥലത്തേക്ക് പതുക്കെ മൂവ് ചെയ്യുക. അങ്ങനെ മുട്ട് വരെ ചെയ്യുക. എന്തൊക്കെ ഫീലിങ്സ് ആണ് അവിടെ ഉള്ളതെന്നുള്ളത് ഫീൽ ചെയ്ത് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ കണ്ണിൽ കാലിൻ്റെ ചിത്രമല്ല നമ്മൾ കാണേണ്ടത്, ആ ഭാഗത്തെ ഫീലിംഗ് നമ്മൾ ശരീരം കൊണ്ട് തന്നെയാണ് ഫീൽ ചെയ്ത് അറിയേണ്ടത്. സാവധാനം പതുക്കെ മുകളിലേക്ക് മൂവ് ചെയ്യുക. നമ്മുടെ കാഫ് മസിൽസ് ഒക്കെ, നമ്മൾ പുറവശത്തെ മസിലും അവിടെയുള്ള ഫീലിങ്സും എല്ലാം, ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിലും ഉള്ള ഫീലിങ്സ് നമ്മൾ ഫീൽ ചെയ്ത് മനസ്സിലാക്കി പോകണം. മനസ്സിലുണ്ടാവുന്ന എന്ത് ചിന്തയും ശരീരത്ത് ഫീലിങ്സ് ആയിട്ടാണ് പ്രകടമാകുന്നത്. എന്നിട്ട് ആ ഫീലിങ്സിനോടാണ് നമ്മുടെ മനസ്സ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഫീലിങ്സിനെ തന്നെ നമ്മൾ നമ്മുടെ അറ്റൻഷന് പാത്രമാക്കിയാൽ നമുക്ക് ആ റിയാക്ഷൻ്റെ അകത്തേക്ക് പോവാതെ നോക്കാം. അങ്ങനെ നമ്മൾ മുട്ട് വരെ എത്തിയിട്ടുണ്ട്. മുട്ട് എന്ന് പറയുന്നത് ജോയിൻ്റ്, 2 കാലിൻ്റെ ജോയിൻ്റ്, ആ മുട്ട് ഒന്ന് വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്തൊന്ന് ഫീൽ ചെയ്യുക. അതിൻ്റെ അകത്തും പുറത്തും ബാക്കിലും മടക്കിലും ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുക.
ഇനി ആ മുട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് നമ്മുടെ അരക്കെട്ട് വരെയുള്ള സ്ഥലത്തേക്ക് പതുക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ തൈസിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. തൈസിൽ തന്നെ പല സ്ഥലത്തും പല ഫീലിങ്സ് ആണ്. മുട്ടിൻ്റെ അവിടുത്തെ ഫീലിങ്സ് അല്ല നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുള്ള ഫീലിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി നോക്കി പ്രൊസീഡ് ചെയ്ത് നമ്മൾ മുമ്പോട്ടേക്ക് മുകളിലേക്ക് കയറി വരിക. ഫീലിങ്സ് ശ്രദ്ധിക്കുമ്പം നമ്മൾ അതിൻ്റെ പുറത്ത് മാത്രമല്ല ചുറ്റോട് ചുറ്റും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാല് പതിഞ്ഞ് നമ്മുടെ തൈസിൻ്റെ അടിവശം തുടയുടെ അടിവശം പതിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രഷർ കൂടുതലാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതലായിട്ട് അമരുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവും, മറ്റു സ്ഥലത്ത് കുറച്ച് കുറവായിരിക്കും. ഓരോ സ്ഥലത്ത് ചില വൈബ്രേഷൻസിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൈകൾ രണ്ടും തുടയുടെ മുകളിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൈയും തുടയും കൂടെ ടച്ച് ചെയ്യുന്ന സ്ഥലത്തും അവിടെ വേറൊരു തരത്തിലുള്ള ചൂടും ഒരു പ്രഷറും ഉണ്ടാവും. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ഫീലിങ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ മൊത്തം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫീലിങ്സിൻ്റെ ഒരു ലോകത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ ശരീരം കൊണ്ട് സദാസമയത്ത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സെപ്പോഴും ഓരോ കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ശരീരം ഉണ്ടെന്ന് തോന്നുന്നത് തന്നെ നമുക്ക് ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ്. ബോഡിയിൽ ഫീലിങ്സ് അത്ര ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്രയും ശരീരം നമുക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കാലിൻ്റെ തുടയുടെ അടിവശവും തുടയുടെ മുകൾ വശവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പതുക്കെ നമ്മുടെ പെൽവിക് ഏരിയയിലേക്ക് വരുവാണ്. പെൽവിക് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ട്രയാങ്കുലർ ഏരിയ ആണ്. പെൽവിക് ബോൺ ഇരിക്കുന്ന ഏരിയ, അവിടെയാണ് നമ്മുടെ ബട്ടക്സ്, നമ്മുടെ ജെനിറ്റൽ ഓർഗൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. നമ്മുടെ രണ്ട് കാലുകളും നമ്മുടെ മെയിൻ ടോർസോയുമായിട്ട് മെയിൻ ബോഡിയുമായിട്ട് കണക്റ്റ് ആവുന്നത് അവിടെയാണ്. അരക്കെട്ട് എന്ന് പറയുന്ന സംഭവം വരുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഒത്തിരിയേറെ നെർവ്സിൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടെ ഒത്തിരിയേറെ സെൻസേഷൻസ് ഉണ്ട്. നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ ബാക്കിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഫ്രണ്ടിലും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സെൻസേഷൻസ് വളരെ സൂക്ഷ്മമായിട്ട് ഓരോ സ്ഥലത്തെയും നമ്മൾ ശ്രദ്ധിക്കുക. ചില ഡീറ്റെയിൽഡായിട്ട് തന്നെ ശ്രദ്ധിക്കുക, ഫീൽ ചെയ്യുക, മനസ്സിലാക്കുക. ഓരോ സ്ഥലത്തുമുള്ള ഫീലിങ്സിൻ്റെ വ്യത്യാസവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓരോന്നിൻ്റെ നേച്ചർ വ്യത്യാസമുണ്ട്. ചില ഫീലിങ്സ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനമാണ്. ചില ഫീലിങ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ മനസ്സ് ഇറിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ എവിടെയെങ്കിലും ചൊറിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അതിനോട് റിയാക്ഷൻ മനസ്സിൽ തോന്നും. അതെങ്ങനെയും ആ ചൊറിച്ചിൽ നമുക്ക് ചൊറിഞ്ഞ് മാറ്റണമെന്ന് തോന്നും. ചൂടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ചൂട് അവിടെ നിന്ന് മാറ്റണം തോന്നും. അല്ലാതെ തണുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം തോന്നും. അപ്പോൾ അങ്ങനെ ഓരോന്നിനോടും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് റിയാക്ഷനും ഉണ്ടാകുന്നുണ്ട്.
ഇവിടെ ഒരു വല്ലാത്തൊരു പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിനോട് നമ്മുടെ മനസ്സിനകത്തൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അവേർഷൻ വരുന്നുണ്ട്. അത് മാറ്റണം തോന്നുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ അരക്കെട്ട് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അരയിൽ നമുക്ക് മുകളിലേക്ക് നമ്മുടെ മെയിൻ ടോർസോ, മെയിൻ ബോഡിയിലേക്ക് നമ്മൾ മുകളിലേക്ക് സ്കാൻ ചെയ്ത് കയറുകയാണ്. അവിടെ നമുക്ക് നമ്മുടെ പൊക്കിളുണ്ട്. പൊക്കിളിൻ്റെ അവിടെ കുറേയേറെ നെർവ്സിൻ്റെ ഒരു കേന്ദ്രമാണ്. വയറിൻ്റെ മറ്റ് ഭാഗങ്ങളുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള സെൻസേഷൻസ്, ഒരു മർമ്മം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് പൊക്കിള്. അതുപോലെ നമ്മുടെ വയറ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. വയറിൻ്റെ മസിലുകൾക്ക് ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു ഫീലിങ്സിന് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നമ്മുടെ നട്ടിൽ തുടങ്ങണ ഏറ്റവും താഴത്തെ സ്ഥലം തൊട്ട് മുകളിലേക്കുള്ള ഭാഗം, ബാക്കിൽ സൈഡും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വയറിൻ്റെ സൈഡുകളെ ചുറ്റോട് ചുറ്റും ഒരു 2 ഇഞ്ച് ഹൈറ്റിൽ ചുറ്റോട് ചുറ്റും ഉള്ളിലും ശ്രദ്ധിക്കുക, ഫീൽ ചെയ്യുക. പതുക്കെ അവിടെ നിന്ന് പതുക്കെ മുകളിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് വരെ, നമ്മൾ ചെസ്റ്റിൻ്റെ താഴെ, നമ്മുടെ റിബ്സിൻ്റെ താഴെ വരെ നമ്മൾ എത്തണം. അതായത് വയറിൻ്റെ ഏറ്റവും ടോപ്പ് വരെ നമ്മൾ എത്തുന്നു. അതും ഫ്രണ്ട് മാത്രമല്ല, നമ്മുടെ പുറം ഒക്കെ ശ്രദ്ധിക്കണം, ബാക്കും ഒക്കെ ശ്രദ്ധിക്കണം, നട്ടലിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം. ഇനി മുകളിലേക്ക് നമ്മൾ റിബ്സിൻ്റെ അകത്തേക്ക് കയറുകയാണ്. റിബ് കേജ് തൊട്ട് നമ്മുടെ ഷോൾഡർ വരെ ഉള്ള ഭാഗമാണ് ഇനി നമ്മുടെ ശ്രദ്ധ. റിബ് കേജിൻ്റെ അവിടെ നമ്മുടെ ഇതുപോലെ ലങ്സ് ഉണ്ട് ഉള്ളിൽ, ഹാർട്ട് ഉണ്ട് ഉള്ളിൽ. അവിടെയൊക്കെ നമ്മളിങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യും. ഒത്തിരിയേറെ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയയാണത്. അവിടെ പ്രധാനപ്പെട്ട 2 ഓർഗൻസ്, ഒന്ന് ലങ്സും ഒന്ന് ഹാർട്ടും അവിടെയാണ് ഉള്ളത്. ലങ്സിനകത്തൂടെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും ആവശ്യമുള്ള ഓക്സിജനെ നമ്മൾ എടുക്കുന്നത് ലങ്സ് വഴിയാണ്. അതുപോലെ ആ കിട്ടുന്ന ഓക്സിജനും നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പോഷകങ്ങളും എല്ലാ കോശങ്ങളിലേക്കും പമ്പ് ചെയ്തുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഹാർട്ടാണ്. അതാണ് ഹാർട്ട് എപ്പോഴും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ലങ്സും ഹാർട്ടും കൂടുതൽ പണിയെടുക്കും. കാരണം കൂടുതൽ ഓക്സിജനും കൂടുതൽ എനർജി പ്രൊഡക്ഷനും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിഷമിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശ്വാസം വ്യത്യാസം വരുന്നതും നമ്മുടെ ഹാർട്ട് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യുന്നതും. നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് ഒത്തിരി എനർജി ആവശ്യമുണ്ട്. ആ എനർജി മുഴുവൻ സപ്ലൈ ചെയ്യുന്നത് ഈ ഹാർട്ടും ലങ്സും കൂടെ കൂടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇതുപോലെ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു ഓരോ രീതിയിലുള്ള ഒരു ടൈറ്റ്നെസ്സും ഒരു ലൂസും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതും കൂടെ ഫീൽ ചെയ്യുക. ബാക്കിലും നമ്മൾ ചാരിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ബാക്ക് അമർന്നിരിക്കുന്ന സ്ഥലത്ത് വേറെ ഒരു സെൻസേഷനാണുള്ളത്. ആ സെൻസേഷൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറുന്നു. ഇനി നമ്മുടെ ഷോൾഡർ വരെയുള്ള ആ പോർഷൻസ് ശ്രദ്ധിക്കുക. കൂടെ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റും ശ്രദ്ധിക്കുക. കക്ഷം, ഷോൾഡർ ജോയിൻ്റ് ഒക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ കൈ വെള്ളയിലേക്കൊന്ന് പോവാം. കൈ വെള്ളയിൽ നിന്ന് നമുക്ക് തിരിച്ച് മുകളിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് പ്രൊസീഡ് ചെയ്തിട്ട് അഗെയിൻ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് വന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് കാര്യമായിട്ട് നോക്കാം. കൈ വെള്ളയിലേക്ക് പോവാം. കൈവെള്ളകൾ രണ്ടും നമ്മൾ കാൽവെള്ളകൾ നോക്കിയതുപോലെ തന്നെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക. അവിടെ എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിക്കുക. കയ്യിലെ വിരലുകൾ, ഉള്ളം കൈ, കൈ നടുവ് എല്ലാം ശ്രദ്ധിക്കുക. തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, അണിവിരൽ, ഏറ്റവും അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്തും ഉള്ളിലും ഈ ഒബ്സർവേഷന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏകാഗ്രത ആവശ്യമുണ്ട്. ഈ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആദ്യം ആനപാനസതി പ്രാക്ടീസ് ചെയ്യുന്നത്, ബ്രീത്തിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഈ ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൈയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഇനി കൈയുടെ പുറത്തുള്ള ഭാഗം കൂടെ നോക്കുക. കൈപ്പിത്തയുടെ ഉപരിതലം, പുറത്തെ തലം കൂടെ നോക്കുക. അവിടെയും ഇതുപോലെ തന്നെ ഒട്ടേറെ തരത്തിലുള്ള തരിതരിപ്പുകളോ കിരികിരിപ്പുകളോ സെൻസേഷൻസോ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഫീൽ ചെയ്യുക. ഇനി നമ്മുടെ കൈത്തണ്ട, രണ്ട് കൈയുടെയും തണ്ട, ആ റിസ്റ്റ് രണ്ടും നോക്കുക. അവിടുന്ന് നമുക്ക് ഷോൾഡർ ജോയിന്റ് വരെ, മുട്ട് വരെ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ കൂടെ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ പോയിട്ടുണ്ടാവും. അത്
ഒരു ഇച്ചിരി സമയം കൊണ്ട് അത് മാഞ്ഞു പോകും. അങ്ങനെ ഓരോന്നും നമ്മൾ അറിയുന്ന കാര്യങ്ങളും നമ്മുടെ ശരീരത്ത് ഫീലിങ്സ് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വലിയ വലിയ ഫീലിങ്സ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയെ ഓരോന്നോരോന്ന് ആകർഷിക്കുന്നത്. കൂടുതൽ ഫീലിങ്സ് ഉണ്ടാക്കുന്ന എന്താണോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകും. നമ്മളിനി നമ്മുടെ കൈത്തണ്ട തൊട്ട് കൈമുട്ട് വരെയുള്ള സ്ഥലം ഫോർ ആം നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ കൈ മുട്ട് വരെ എത്തുന്നു. കൈമുട്ടെന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫുള്ളായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഒത്തിരി നേരം ഒരു സ്ഥലത്ത് ഇരിക്കേണ്ട. ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സ് നല്ല ഏകാഗ്രതയുള്ള മനസ്സല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇനി മുട്ട് തൊട്ട് ഷോൾഡർ വരെയുള്ള ഭാഗം, നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്, ആ ഭാഗങ്ങളെല്ലാം നമ്മൾ നോക്കി നമ്മുടെ ഷോൾഡർ ജോയിന്റ് വരെ, നമ്മുടെ കൈ മെയിൻ ബോഡിയായിട്ട് ജോയിന്റ് ആവുന്ന 2 ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റ് വരെ നമ്മൾ മുകളിലേക്ക് സ്കാൻ ചെയ്ത് പോവുക. ഇവിടെയൊക്കെ ഓരോ സ്ഥലത്തും എന്തൊക്കെ സെൻസേഷൻസ് ആണെന്നുള്ളത് അനുഭവിച്ച് പോവുക. സെൻസേഷൻ അനുഭവിച്ചാൽ മാത്രം മതി, നമ്മൾ അതിനോട് റിയാക്ഷൻ കാണിക്കേണ്ട. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞാണ് പോകേണ്ടത്. നമ്മുടെ കക്ഷം, ഷോൾഡർ ജോയിന്റ്, ഷോൾഡർ ജോയിന്റ്, നമ്മുടെ ഷോൾഡർ, നമ്മുടെ നെക്ക് വരെയുള്ള സ്ഥലം ഒന്ന് നമ്മൾ നോക്കുക. മുകൾ വശത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ, ആ 2 ഷോൾഡർ. നമ്മൾ നെക്കിൻ്റെ അവിടെ എത്തി. ഈ നെക്ക് തൊട്ട് മുകളിലേക്ക് നമ്മുടെ തലയുടെ നെറുക വരെയാണ് നമ്മൾ ഇനി സ്കാൻ ചെയ്ത് പോകാൻ പോകുന്നത്. അതും കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. നെക്ക് മൊത്തം ചുറ്റും നോക്കുക. ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഇൻസൈഡ്, ത്രോട്ട് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക.
ഇനി നമ്മുടെ താഴത്തെ ലോവർ ജോ തൊട്ട് മുകളിലോട്ട് നമ്മൾ നോക്കുകയാണ്. ലോവർ ജോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട്, നമ്മുടെ അകത്തെ പല്ലുകൾ, താഴത്തെ പല്ലുകൾ, നാവ്, നമ്മുടെ താടിയെല്ല്, കവിളുകളുടെ ഭാഗം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പുറവശത്ത് അതുപോലെ തന്നെ നമ്മുടെ നെക്ക്, നമ്മുടെ തലയുമായിട്ട് ചേരുന്ന ആ ജോയിൻ്റ് പോർഷൻ, ബാക്ക് സൈഡ് ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുക. നാവിലും പല്ലിലും നാവിൻ്റെ അടിയിലും നാവിൻ്റെ മുകളിലും ഒക്കെയുള്ള ഫീലിങ്സ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ തൊണ്ട, പിന്നെ നമ്മൾ പതുക്കെ മുകളിലേക്ക് നമ്മൾ ഫീൽ ചെയ്ത് പോവുക. അപ്പർ ജോ, അപ്പർ ലിപ്പ്, നമ്മൾ നേരത്തെ നമ്മൾ നോക്കിയ നമ്മുടെ മീശയുടെ ഭാഗം, കവിളുകൾ, ചെവിയുടെ താഴ്വശം വരെയുള്ള ഭാഗം, ബാക്ക് സൈഡ്, ഇതൊക്കെ നോക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു ബലം പിടുത്തം ഉണ്ടാവരുത്. പെട്ടെന്ന് അങ്ങനെ അതാ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ശരീരം റിലാക്സ് ചെയ്തോണം. ഇനി നമ്മൾ നമ്മുടെ രണ്ട് ചെവികളുടെ ആ ലെവലിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പോവുകയാണ്. രണ്ട് ചെവികളുടെ പുറത്തുള്ള ഇയർ ലോബ്സ്, അകത്തേക്കുള്ള പാസേജ്, രണ്ട് ചെവിയുടെയും ഇടയ്ക്കുള്ള തലയുടെ പുറവശത്തെ സ്ഥലം, കവിളുകളുടെ മുകൾവശം, കൺതടത്തിൻ്റെ താഴ്വശം, മൂക്ക്, അവിടെ നമ്മുടെ ശ്വാസം ഇപ്പോഴും ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. കവിളൊക്കെ നമ്മൾ മൊത്തമായിട്ടൊന്നുകൂടെ നോക്കുക. രണ്ട് കവിളും മൂക്കും ഇനി നമ്മുടെ രണ്ട് കണ്ണുകളിരിക്കുന്ന ഭാഗം, കണ്ണുകളുടെ ബോള്, കൺതടം, കൺപോളകൾ, തലയുടെ രണ്ട് വശങ്ങൾ, ചെന്നി ഭാഗങ്ങൾ, രണ്ട് കണ്ണിൻ്റെ ഇടയ്ക്കുള്ള മൂക്കിൻ്റെ ഭാഗം, ഇനി നമ്മൾ പതുക്കെ മുകളിലേക്ക് നമുക്കൊന്നുകൂടെ നോക്കുകയാണ്. നമ്മുടെ പുരികം, നെറ്റി, ആ ലെവലിലുള്ള എല്ലാ സ്ഥലങ്ങളും, റൗണ്ട് ദ ഹെഡ്, ഇൻസൈഡ് ദ ഹെഡ് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നെറ്റിയുടെ സൈഡ് വശം, ചെന്നി ഭാഗം, തലയുടെ ഇരുവശങ്ങൾ, തലയുടെ ബാക്ക് സൈഡ്, നെറ്റി, നെറ്റിയുടെ സെൻറ്റർ, അവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് പോവുക. ഇനി നമ്മൾ പതുക്കെ നമ്മുടെ തലയുടെ മുകളിലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കയറുകയാണ്. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ നിറുക. ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിലെ സെൻറ്റർ പോയിന്റാണ് നിറുക. ഏറ്റവും കൂടുതൽ സെൻസേഷൻസ് വരുന്ന ഒരു സ്ഥലമാണ് നിറുക. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ശ്വാസത്തിൽ തന്നെ തിരിച്ചു വരാം. സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റ് തിരിച്ചെത്താം.
ഇപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിനെ മുഴുവൻ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് പഠിക്കുന്നത്. മൊത്തം ശരീരത്തെ ഒന്ന് ഫീൽ ചെയ്യുക. ഇതുവരെ നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളും ഫുൾ ബോഡിയെ ഒന്ന് ഫീൽ ചെയ്യുക. പല തരത്തിലുള്ള സെൻസേഷൻസ് ആണ് നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തും ഉള്ളത്. അത് വലുതും ചെറുതുമായിട്ടുള്ള പല തരത്തിലുള്ള സെൻസേഷൻസ് ഉണ്ട്. പക്ഷേ ബോഡിയുടെ ഓരോ കണങ്ങളും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന വൈബ്രേഷൻസിന് ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ നമ്മുടെ മനസ്സറിയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഫീലിങ്സിന് അഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രതികരിക്കുന്നത്. ഇനി എല്ലാവർക്കും നമ്മുടെ വിപസ്സനയിൽ നിന്ന് പുറത്തു വരാം. ഇങ്ങനെ നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് വരും. ഒന്ന്, നമ്മുടെ ബോഡി എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, നമ്മുടെ അറ്റൻഷൻ പലയിടത്തേക്കും പലപ്പോഴും മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധ അല്ലെങ്കിൽ ഇന്ദ്രിയ ബോധം ഓരോന്നും പുതിയത് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അനുഭവിക്കുമ്പോഴോ അങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ മനസ്സ്. അതാണ് നമ്മുടെ അവയർനെസ് സ്വിച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ആ അറിയുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. പഴയ ഓർമ്മകൾ വരുന്നുണ്ട്, പുതിയ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തകൾ ഓരോന്നും മാറി മാറി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫീലിങ്സും മാറി മാറി വരുന്നുണ്ട്. ആ ഫീലിങ്സ് ഓരോന്നും മാറി വരുന്നതിനനുസരിച്ചൊക്കെ നമ്മുടെ മൈൻഡ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഒരു പ്രകൃതം. നമ്മൾ ഈ ഫിസിക്കൽ ബോഡിയും ഈ മൈൻഡിൻ്റെ ഈ 4 ഫങ്ഷനും, അതായത് ബോധം, ചിന്ത, ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സ്, അതിനോടുണ്ടാകുന്ന റിയാക്ഷൻസ്, ഇതാണ് മൈൻഡിൻ്റെ ഫങ്ഷൻസ്. പിന്നെ നമ്മുടെ ഈ മൊത്തം ഫിസിക്കൽ ബോഡി, അതാണ് മാറ്റർ. അങ്ങനെ ഈ മൈൻഡിൻ്റെയും മാറ്ററിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ. മൈൻഡ് എന്ന് പറയുന്നത് ഈ മാറ്ററിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന അതിൻ്റെ പ്രോസസ്സ് മാത്രമാണ്. എല്ലാം സംഭവിക്കുന്നത് ഫിസിക്കൽ ബോഡിയിലാണ്. ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഇപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒന്നിനുമായിട്ടും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഓരോ സെൻസേഷൻസ്, സുഖമുള്ള സെൻസേഷൻ വരുമ്പോൾ അതിനോടൊക്കെ മനസ്സ് ഇഷ്ടം കാണിക്കും. അതൊരു പോസിറ്റീവ് അറ്റാച്ച്മെൻ്റായി മാറും. ഓരോന്നിനോട് ഇഷ്ടക്കേട് കാണിക്കുമ്പോൾ അത് നെഗറ്റീവ് അറ്റാച്ച്മെൻ്റ് ആയിട്ട് മാറും. ഓരോ വ്യക്തികളോടും സാധനങ്ങളോടും വസ്തുക്കളോടും സന്ദർഭങ്ങളോടും സാഹചര്യങ്ങളോടും സ്ഥലങ്ങളോടും ഒക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടക്കേടും തോന്നുന്നത് ഇങ്ങനെയാണ്, ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സിനെ ആസ്പദമാക്കി. അതുകൊണ്ട് പക്ഷേ ഈ സംഗതികളെല്ലാം മാറുകയും ചെയ്യും, ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഒക്കെ അന്നേരം മുറിയുകയോ വലിയുകയോ സ്ട്രെസ്ഡ് ആവുകയോ സ്ട്രെയിൻഡ് ആവുകയോ ഒക്കെ ടെൻഷൻ ആവുകയോ ഒക്കെ ചെയ്യും. അപ്പം നമുക്ക് സുഖകരമായ അനുഭൂതികൾ കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് നഷ്ടപ്പെട്ടു നമ്മളോട് അറിയുമ്പം നമ്മുടെ മനസ്സിനകത്ത് പെട്ടെന്ന് വേദന ഉണ്ടാവും. അപ്പം അത് വേറൊരു തരത്തിലുള്ള ഫീലിംഗ് ആണ്. അങ്ങനെയാണ് നമുക്ക് ദുഃഖം, കടുത്ത ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടാകുന്നത് മനസ്സ് അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മനസ്സിന് സ്വതന്ത്രമായിട്ട് പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫീലിങ്സുമായിട്ടാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഫീലിങ്സിനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഈ അറിവിനകത്ത്, നമ്മുടെ ഈ ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫീലിങ്സ് അടക്കം എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നുമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം ഫീലിങ്സ് ആയാലും പോലും ആ ശരീരത്തുണ്ടായാലും കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് പോകും, അത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോൾ ഫീലിങ്സിനെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, അത് തന്നെ അങ്ങ് ഫേഡ് ആവും. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മളുള്ള
ഫീലിങ്സ് നമ്മൾ അറിഞ്ഞു. ആ ഫീലിങ്സ് നമുക്ക് ഒത്തിരിയേറെ അറിവുകളാണ് തരുന്നത്. ഒരേ സമയത്ത് തന്നെ നമ്മൾ എത്രത്തോളം മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണ്, നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ടൊന്നും നിൽക്കുന്നില്ല എന്നുള്ളത് അറിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനോടും അറ്റാച്ച്മെന്റ് കാണിക്കേണ്ട കാര്യമില്ല, ഇഷ്ടം കാണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാവുന്നു. പിന്നെ നമ്മൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഇംപെർമനൻസും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ നമ്മളുടെ മൊത്തം ഇംപെർമനൻസും കൂടെ നമ്മുടെ ശ്രദ്ധയുടെ ഭാഗമാകും. മുമ്പ് നമ്മൾ ശരീരത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരം കൂടെ ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറാവുന്നു. അങ്ങനെ നമ്മുടെ അറ്റൻഷൻ്റെ അകത്ത് നമ്മുടെ ഇൻറ്റേർണൽ ചേഞ്ചസും കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇംപെർമനൻസും കൂടെ നമ്മുടെ മൊത്തം ശ്രദ്ധയുടെ ഡൊമൈനിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അതിനകത്ത് അതും കൂടെ ഉൾപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിന് ശേഷം ഈ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം പിന്നീട് നമ്മുടെ എപ്പോഴും ഉള്ള ശ്രദ്ധയ്ക്കകത്ത് അല്ലെങ്കിൽ ജാഗ്രതയ്ക്കകത്ത് നമ്മുടെ ശരീരം കൂടെ ഉൾപ്പെടുകയാണ്. ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസും കൂടെ തനിയെ ഉൾപ്പെടുകയാണ്. അപ്പം നമ്മുടെ അറ്റൻഷൻ മുഴുവൻ പുറത്തേക്ക് മാത്രമായിരിക്കത്തില്ല. ഒരു സർട്ടൻ ഭാഗം അറ്റൻഷൻ നമ്മുടേത് ശരീരത്തേക്കും കൂടെ ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്രദ്ധയ്ക്കകത്ത് അതും കൂടെ വരും. അപ്പോൾ അത് നമ്മുടെ ഒരു സ്ഥിരം നേച്ചറായി കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബാലൻസ്ഡ് ആവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോരോ ചേഞ്ചസ് ബോഡിയിൽ വരുമ്പോഴും അപ്പം നമ്മൾ അതിനെപ്പറ്റി അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ എടുക്കണ്ട, ആ കൺട്രോളും കൂടെ നമ്മുടെ ഉള്ളിൽ കിട്ടും. അങ്ങനെയാണ് നമ്മൾ പിന്നീട് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ പ്രജ്ഞയും കൂടെ അതായത് പ്രത്യക്ഷ ജ്ഞാനം, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രത്യക്ഷമായിട്ടുണ്ടാകുന്ന ഓരോ ചേഞ്ചസും കൂടെ നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മൾ പിന്നെ മുമ്പോട്ട് പോകും. അതാണ് പ്രജ്ഞയുള്ള ഒരു മാനസികാവസ്ഥ. മറ്റത് പ്രജ്ഞയില്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. മറ്റേ പുറത്തെ കാര്യങ്ങൾ മാത്രത്തെ നമ്മൾ ശ്രദ്ധ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതല്ല, നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ജീവിക്കുമ്പോൾ പുറത്തെ കാര്യങ്ങളും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കാര്യങ്ങളും രണ്ടും നമുക്ക് ഒരേ സമയം തന്നെ നമ്മുടെ ഫുൾ ഫോക്കസിൻ്റെ അകത്ത്, ഫുൾ അറ്റൻഷൻ്റെ അകത്ത്, നമ്മുടെ മൈൻഡിൻ്റെ അറ്റൻഷൻ്റെ അകത്ത് അതും കൂടെ വരും. അതാണ് പ്രജ്ഞ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഴയ നമ്മുടെ കാര്യങ്ങൾ, മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളുടെ കൊണ്ടുണ്ടാവുന്ന സെൻസേഷൻസും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സെൻസേഷൻസും രണ്ടും നമുക്ക് അറിയാൻ പറ്റും. ആ രണ്ടിനോടും നമ്മൾ പ്രത്യേകിച്ച് ഇഷ്ടക്കേട് കാണിക്കത്തില്ല. നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകും. അങ്ങനെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ പീസിലെത്തും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ആ ഫ്ലോ അനുസരിച്ച് തന്നെയായിരിക്കും പിന്നെ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ശുദ്ധീകരിക്കപ്പെടുകയും നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ ഓരോന്നിനോടും ഇഷ്ടക്കേട് നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. ഒന്നുകിൽ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്, അല്ലെങ്കിൽ തള്ളി മാറ്റാൻ നോക്കുകയാണ്. ശരീരത്തുണ്ടാകുന്ന ഓരോ ഫീലിങ്സിനോട് നമ്മൾ ഇഷ്ടം കാണിക്കുക എന്ന് പറയുമ്പോൾ അതിനെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ നോക്കുകയാണ്, നമ്മൾ അതിനെ സ്ഥിരമാക്കി നിർത്താൻ നോക്കുകയാണ്. അതല്ലെങ്കിൽ മറ്റൊരു തരം നമുക്ക് ഇഷ്ടമില്ലാത്ത സെൻസേഷൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനോട് ഇറിറ്റേഷൻ കാണിക്കുമ്പോൾ നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനോട് നമ്മളൊരു റിയാക്ഷൻ കാണിക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നേച്ചറിൻ്റെ നോർമലായിട്ടുള്ള ഫ്ലോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓരോരോ പ്രവൃത്തികളാണ്. ഇഷ്ടം കാണിക്കുമ്പോഴും ഇഷ്ടക്കേട് കാണിക്കുമ്പോഴും നേച്ചറുമായിട്ട് നമ്മൾ ഗുസ്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം ശരീരത്തുണ്ടാകുന്ന ഓരോ ഫീലിങ്സിനെ നമ്മൾ ജസ്റ്റ് അറിയുകയും അതങ്ങനെ തന്നെ അങ്ങ് പാസ് ഓൺ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യുമ്പോൾ നേച്ചർ അതിൻ്റെ നോർമൽ ഫ്ലോയിലായിരിക്കും പോകുന്നത്, നമ്മളും അതിനോടൊത്തായിരിക്കും പോകുന്നത്. നേച്ചറുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാകുന്നത്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഈ ഓരോ ചേഞ്ചസും നേച്ചറിൻ്റെ പ്രവർത്തനങ്ങളാണ്. നമ്മൾ അതിനോട് ഗുസ്തി പിടിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. ഇപ്പം നേച്ചറിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രകൃതിയെയും പഠിക്കും, നമ്മുടെ ശരീരത്തിനെ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെയും പഠിക്കും, നേച്ചറിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവത്തെയും പഠിക്കും.
ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതും മനസ്സിനകത്ത് വിഷമം ഉണ്ടാക്കുന്നതും ഇറിറ്റേഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ വൺസ് ഈ നോളജ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസം അത് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ഭാഗമായിട്ട് വരും. ഈ നോളജും ഈ സ്കില്ലും ഒക്കെ നമ്മുടെ തന്നെ ഒരു ഭാഗമായിട്ടങ്ങ് വരും. നമ്മുടെ പാർട്ടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അത് നമ്മുടെ ലേണിംഗ് ആയിട്ട് വരികയാണ്. നമ്മൾ സൈക്കിളേറ്റം പഠിക്കുന്ന പോലെ, ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ, നീന്തൽ പഠിക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ലേണിംഗ് ആയിട്ട് അതങ്ങ് വരികയാണ്. അപ്പോൾ അതനുസരിച്ച് പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സമാധാനത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റും. വരുന്ന ചേഞ്ചസ് എല്ലാം അത് നേച്ചറിൻ്റെ ഭാഗമാണ്. അത് ഏത് കാര്യങ്ങളും ഉണ്ടാകുന്ന ചേഞ്ച് ആയാലും കൊള്ളാം. വസ്തുക്കളുടെ മാറ്റമാവാം, ആൾക്കാരിലുണ്ടാകുന്ന മാറ്റമാകാം, സാഹചര്യങ്ങളിലുണ്ടാകുന്ന മാറ്റമാകാം, സ്ഥലങ്ങളിലുണ്ടാകുന്ന മാറ്റമാകാം, നമ്മളിലുള്ളിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളാവാം. എല്ലാം മാറ്റങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഏത് മാറ്റം വന്നു കഴിഞ്ഞാലും അതുമായിട്ട് ഒത്തുപോകാനുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോകാനും മാക്സിമം നമുക്കതിനെ ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യും. അല്ലാതെ നമ്മൾ അതിനോട് മനസ്സുകൊണ്ട് ഇറിറ്റേഷൻ കാണിക്കത്തില്ല. നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, സിറ്റുവേഷൻസ് ഒക്കെ ആക്കാൻ പറ്റും എന്ന് മാത്രം നമ്മൾ ചെയ്യുക, മാക്സിമം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് വിട്ടുകൊടുക്കുക. പിന്നെ പ്രകൃതിയാണ് ബാക്കി ചെയ്യേണ്ടത്. നമ്മുടെ കപ്പാസിറ്റിക്കുള്ള അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിന് കൂടുതലൊന്നും ചെയ്യാനില്ല. അങ്ങനെ നമ്മൾ പ്രകൃതിയായിട്ടൊരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷനിലാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അതുമായിട്ട് നമ്മൾ ഗുസ്തി പിടിക്കുന്നില്ല. അപ്പം ഇതാണ്, ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഈ പറയുന്ന കഷ്ടപ്പാടിൻ്റെ അകത്തും ബുദ്ധിമുട്ടിനകത്തും ദുരിതത്തിനകത്തും ഒക്കെ കിടന്ന് വല്ലാതെ അപ്സെറ്റ് ആവുന്നതും ഇറിറ്റേറ്റഡ് ആവുന്നതും ഒക്കെ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്ധവിശ്വാസങ്ങളുടെ ആവശ്യമില്ല, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ആവശ്യമില്ല, ആരെയും പ്രീതിപ്പെടുത്താനില്ല, വഴിപാടില്ല, പുരോഹിതനില്ല, അന്ധവിശ്വാസങ്ങളില്ല, ചൂഷണങ്ങളില്ല, ഒന്നുമില്ല. ഈ ഒരു നോളജ്, ഇൻറ്റേർണൽ നോളജ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ മൊത്തം പ്രോസസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഇൻറ്റേർണൽ നോളജാണ്, ഇൻസൈറ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കിക്കുന്നതും പഠിപ്പിക്കുന്നതും. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൽ വന്നിരുന്ന് കേട്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇൻറ്റേർണൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക. വൺസ് ഇൻറ്റേർണൽ നോളജ് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല ഇതിൻ്റെ അകത്ത്. അത് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊന്ന് ഉപയോഗിച്ച് മുമ്പോട്ട് പോയാൽ മാത്രം മതി.